മാന്യ പ്രേക്ഷകർക്ക് യാന്ത്രികൻ ഷോയിലേക്ക് സ്വാഗതം. ഞാൻ യാന്ത്രികൻ. ഇന്ന് ജൂലൈ 31, 1987. പത്മരാജൻ സംവിധാനം ചെയ്ത് അഭ്രപാളിയിലെ മിന്നും താരമായ മോഹൻലാൽ അഭിനയിച്ച പുതിയ ചിത്രമായ തൂവാനത്തുമ്പികളുടെ നിരൂപണമാണ് ഇന്നത്തെ അധ്യായം. ചിത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് ചിലത് ഇവിടെ ബോധിപ്പിക്കാനുണ്ട്. തൂവാനത്തുമ്പികൾ കാണാൻ പോയ എനിക്ക് തിയേറ്ററിലിരുന്ന് ചില തൂവാണത്തുമ്പികൾ വാണമടിക്കുന്നത് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. തൂവാനത്തുമ്പികൾ എന്ന പേര് കേട്ടിട്ടാവണം തുണ്ടുപടമാണെന്ന് കരുതി കയറി കണ്ട് നായികയുടെ ക്ലോസപ്പ് ഷോട്ട് വരെ കാണുമ്പോൾ ഇവന്മാർ വാണമടിക്കുകയായിരുന്നു. ഈ പ്രവൃത്തിക്കെതിരെ സാംസ്കാരിക മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഞാൻ ഒരു കത്ത് എഴുതുന്നുണ്ട്. മികച്ച ഒരു പടം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധത കൂടുതലുള്ള ഒരു പടമാണ് തൂവാനത്തുമ്പികൾ. ഒരു വേശ്യയാകാൻ പുറപ്പെട്ട ഒരു പെണ്ണിനെ ആർക്കെങ്കിലും പ്രേമിക്കാനാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയതാകാം ഈ ചിത്രത്തിന്റെ ആശയം. സാമൂഹിക കപട സദാചാരത്തിന്റെ മുഖം മൂടി യുവപ്രതിഭയായ മോഹൻലാലിനെ വച്ച് പത്മരാജൻ വലിച്ചൂരുന്നതായാണ് എനിക്ക് ഈ സിനിമയിൽ കാണാൻ കഴിഞ്ഞത്. ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മണ്ണാർത്തൊടിയിൽ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം ഒരു മൈരനാണ്. അവന് നാട്ടിലും വീട്ടിലും ഒരു നല്ല മുഖവും ടൗണിൽ അവന് തൊലിഞ്ഞ ഒരു അധോലോകത്തിന്റെ ഒരു കപട മുഖവും അവന് ഊക്കാൻ വേണ്ടി സോറി, ഞാൻ ഇമോഷണൽ ആയിപ്പോയി. ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മണ്ണാർത്തൊടിയിൽ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കപട മുഖംമൂടിധാരികളായ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. സമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങൾക്ക് മുന്നിലാണ് മണ്ണാറത്തൊടിയിൽ ജയകൃഷ്ണൻ ആ മുഖംമൂടി ധരിക്കുന്നത്. നിങ്ങൾ ഈ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ മുൻവിധികളും സദാചാര ബോധങ്ങളും എടുത്തു മാറ്റി വെച്ചിട്ട് വേണം ഈ സിനിമ കാണാൻ. അല്ലാതെ മറ്റേ അല്ലാതെ 20-ാം നൂറ്റാണ്ടിലെ സാഗറിലേസ് ജാക്കിയെ നിങ്ങൾ കാണാൻ പോകരുത്. ഇതൊരു പ്രണയനിർഭരമായ സിനിമയാണ്. കഴിവതും നിങ്ങളുടെ കുട്ടികളും കുടുംബവുമായി പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക്, വരും തലമുറകൾക്ക് എന്താണ് കൺസെന്റ് എന്ന് ഈ ചിത്രത്തിലൂടെ പഠിക്കാൻ കഴിയുന്നതാണ്. പ്രോഗ്രസീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. ഈ കാലത്ത് ഇങ്ങനെ ഒരു പുരോഗമന ചിന്താഗതിയുള്ള ചിത്രം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളും അവരുടെ തലമുറയും എല്ലാം ഈ ഒരു ചിത്രത്തെ ഒരു മാസ്റ്റർ പീസായി കാണുമെന്നതിൽ സംശയമില്ല. സമകാല കൂട്ടുകുടുംബ വ്യവസ്ഥ ചിന്താഗതികളെ തച്ചുടയ്ക്കുന്ന ചില രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. പുതിയ തലമുറയ്ക്കും വരുംകാല തലമുറകൾക്കും ഈ ചിത്രവും ഈ രംഗങ്ങളും നൽകാൻ പോകുന്ന സന്ദേശം വളരെ വലുതായിരിക്കും. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അശോകൻ ചെയ്ത ഋഷി എന്ന കഥാപാത്രം ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു രതിസുഖം നമുക്കും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്നതാണ് എന്ന് കരുതി ആരും കയറി തിയേറ്ററിൽ ഇരുന്ന് വാണം അടിക്കരുത്. അശോകൻ ചെയ്ത കഥാപാത്രം ഈ ചിത്രം കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകന്റെയും പ്രതിബിംബമാണ്. ചിത്രത്തിലെ കൊടും ക്രൂരമുഖമായി അഭിനയിച്ച അലക്സ് മാത്യുവിന്റെ ബാബു എന്ന കഥാപാത്രം ഒരു നിമിഷത്തിൽ ചിത്രത്തിലെ നായകനായ മണ്ണാറത്തൊടിയിൽ ജയകൃഷ്ണനെ വരെ വിറപ്പിച്ച കഥാപാത്രം ഈ സിനിമയുടെ അവസാനമാകുമ്പോൾ ലോല ഹൃദയനായി മാറുന്നത് അതിമനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കുട്ടിത്തം നിറഞ്ഞ നിഷ്കളങ്കതയുമായി മനസ്സൊരൊഴിഞ്ഞ പാത്രവുമായി ഈ സിനിമ കുടുംബസമേതം പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് നിങ്ങളുടെ സ്വന്തം യാന്ത്രികൻ. നന്ദി, നമസ്കാരം. മണ്ണാറത്തൊടിയിൽ അവന് ഊക്കാമുട്ടി എന്ന് പറയുമ്പോ നീ സാർ എന്നോട് വിളിക്കണം കേട്ടോ. സാർ, സ്ക്രിപ്റ്റ്